വെൽക്കം ബാക്ക്. ഷെബിയാണ്. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോക്ക് വന്നിട്ട്. അപ്പോൾ ഞാനും മുത്തും കൂടി ഒരു ചെറിയൊരു യാത്ര എന്ന നിലയിൽ ഗൂഡല്ലൂർ പോവാണ്. ഗൂഡല്ലൂർ നാടുകാണി ഹട്ടി പോവാണ് നമ്മൾ. പോവല്ലേ? അപ്പം നല്ല വെയിലുണ്ട്. ഒരു വെള്ളക്കുപ്പി വാങ്ങണ്ട, നമുക്ക് വെള്ളക്കുപ്പി വാങ്ങണം. പിന്നെ നമ്മൾ മഞ്ചേരി നിന്ന് എടുക്കണമെന്ന് കരുതിയിരുന്നു. മഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ഇടവണ്ണല്ലേ, ഇടവണ്ണെത്തി പോലെന്നാ ഇടവണ്ണ ബസ് സ്റ്റാൻഡ്. എന്താ രസമല്ലേ ഇവിടുന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. നമ്മൾ ഉഷാറായിട്ട് അങ്ങനെ പോകണം. ഒരുപാട് ദിവസം ഇങ്ങനെ ലാഗായിട്ട് ഒരാൾക്കിപ്പോൾ എങ്ങനെ വ്ളോഗിൽ ഇപ്പം എന്താ പറയുക, എങ്ങനെ പറയണ്ടേ, എങ്ങനെ വ്ളോഗ് ചെയ്യേണ്ടതെന്ന് തന്നെ മറന്നു വയ്ക്കണിപ്പോൾ. ആ ഒരു സിറ്റുവേഷനാ. നമ്മളെപ്പോൾ ഈ ഒരു വൈക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ വണ്ടി നിർത്തും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്താ പറയുക ക്യാമറ ഒന്ന് ഓണാക്കാൻ വേണ്ടി തോന്നും. എനിക്കൊന്നില്ല അങ്ങനെ ഇടയ്ക്കൊക്കെ ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കണ്ടേ. അറിഞ്ഞല്ലേ നമുക്ക്. എന്താ അറിയില്ല, ഇവിടെ എത്തി അപ്പം ക്യാമറ ഓടാ. അപ്പം നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടാ തോന്നണേ. വെയിലൊന്ന് പോയിക്കണേ, കുറച്ച് ഓർമ്മണ്ടല്ലേ, കുറച്ച് കുറവുണ്ട്. 2 കിലോ 100 രൂപ. നല്ലൊരു കാട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ അടിയിൽ മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതായി. ആയിക്കോട്ടെ പോന്നാ. 11:37 12:38 നമ്മളിവിടെ എത്തുന്ന പറഞ്ഞേ. എങ്ങനെയാണ് അതിൽ കാണിക്കണേ? അങ്ങനെയാണ് അതിൽ കാണിക്കണേ. എന്താല്ലേ ഭയങ്കര ചൂടുണ്ട്. നമ്മളതിനെ ഒരു രണ്ട് കുപ്പി വെള്ളം നമ്മൾ ഉപ്പ് കരുതി. വെള്ളം AC 2 AC 2 1 ഇനി ഒക്കത്തിന്റെ രസം എന്താ വെച്ചാല് ഈ 2 കുപ്പി വെള്ളക്കുപ്പി നമ്മള് കേരള തമിഴ്നാട് ബോർഡറിൽ വെച്ചിട്ട് ഒരു കുടിച്ചേക്കും. ഇനി അതുണ്ടാവുക കുടിക്കട്ടെ. ഞാൻ കൊടുക്കൂല. വേണ്ടേ? നമ്മൾ പൈസ എടുത്ത വെള്ളം ഞാൻ ആർക്കും കൊടുക്കൂല. ഭയങ്കര ഇതാണ്. എനിക്ക് ഡബിൾ സാലറി ഉണ്ട് ഇവിടെ. വേറെ അടുത്തുണ്ട് നമ്മളിവിടെ എന്താ പറയാ നിലമ്പൂരത്തിന് മുമ്പ്. പാവം പറ്റ ക്ഷീണിതനായിരുന്നു. ശ്രദ്ധിച്ചെടുത്തട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ചുങ്കത്തറ. ഇത് ഡോക്ടർ യൂസ് ചെയ്ത കാറാണിത്. ശരിക്കും ഡോക്ടർ യൂസ് ചെയ്ത കാർ എടുക്കാൻ പാടില്ല നിന്റെ അടുത്ത്. ഓല് വണ്ടി ഓട്ടിയാണ്ട് നല്ലോണ്ടാണ്. ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഒരാള്. ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. റോഡുണ്ട് വലുതായിക്കാണ്ട് ഈ കടക്കെ മാറി കുറച്ച് റോഡാണ് വലുതാവും. ആ വണ്ടികളൊക്കെ മാറുന്നതുകൊണ്ട് അങ്ങനെ ഒക്കെ ആയി മാറും. അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. മറ്റ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി പോകണം. ആ ലൈറ്റ് ഇട്ടാണ്ട് പോലെ ആദ്യം വന്നാൽ മതി. എന്നാൽ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് പോവാം. ആ ലൈറ്റാണ് എല്ലാത്തിനും കൺട്രോള്. ഞായറാഴ്ചൻ്റെ ഒരു കോലപ്പെട എല്ലായിടത്തും കാണുന്നുണ്ട്. ഒരൊറ്റ കട മര്യാദക്ക് തുറന്നിട്ടില്ല. വാനപ്പൂവാണേ. എപ്പോഴും ഇവലൊക്കെ പോവാ. നമ്മളങ്ങനെ വൈക്കടവെത്തി.
ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് സ്കിപ്പ് ചെയ്ത് പോകണില്ലേ ഞാൻ ഒക്കെ കണ്ടന്നെ വീണ്ടും വീണ്ടും കാണാക്കാനാട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പൊ ഇനി നമ്മളെ ചുരം ആരംഭിക്കാനായിട്ടുണ്ട് ഏകദേശം. നല്ല വെയിലാട്ടോ, രക്ഷയില്ലാത്ത വെയിലാണ്. പുറത്തൊക്കെ ഇരുന്ന കരിഞ്ഞു പോകും, ഒന്നാമത് വെയില്. 12 ആയിട്ടുള്ളൂ അല്ലേ? ഒന്നുമില്ല, ചായ അടിക്കാൻ ഇവിടെ വരെ പോകില്ല നമ്മള്. എന്താ പറയാ, ഊട്ടി വരെ പോലില്ലേ, ആ ഒരു പരിപാടി മാത്രം. അത് ഞങ്ങൾ മലപ്പുറക്കാരുടെ പ്രത്യേകത. 20 രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 500 രൂപയുടെ പെട്രോൾ അടിച്ച് വണ്ടി എടുത്ത് ഓടുന്ന ഒരു നിസ്സാരനായിട്ടുള്ള അവസ്ഥ. എൻ്റെ മോനെ എന്താ രസറിയോ. ഇവിടെ ഇനി ചെക്ക് പോസ്റ്റ്, ആനമറി. നമ്മളങ്ങനെ ചുരം സ്റ്റാർട്ട് ചെയ്ത് കയറി പോവാണ്. ഇനി ഒരുപാട് ബ്ലോക്കുകളും ഒക്കെ താണ്ടി നമ്മൾ മേലെത്തും. മുത്തുവിന്റെ കല്യാണം ഉണ്ടെന്ന് തീരുമാനമാകും. ഇന്നത്തെ യാത്രക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഒരു കുരങ്ങനെ പോലും നമ്മളിവിടെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. ശരിയാണ്, കല്യാണത്തിനും ഉണ്ടാവും. പിന്നെ കാടിൻ്റെ കൂടെ അല്ലേ പോണേ. ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരൊറ്റ ആന ഇവിടെ കാണാത്ത. ആനക്കുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ഒറിജിനൽ ആന വേണം. നമ്മള് കൊറേ ദിവസമായില്ലേ ഇങ്ങനെ വന്നിട്ട്. നമ്മളിപ്പോ എത്ര ദിവസമായി ഉണ്ടാവും? 2-3 മാസമായി. എന്തായാലും ആയിട്ടുണ്ട്. കാരണം ഞാൻ വീട് ഇട്ടിട്ട് തന്നെ 1 മാസമായിക്കണേ. ഈ വണ്ടിയൊക്കെ രാത്രി പോകാനുള്ളതാണ്. അതുവരെ ഇവിടെ നിർത്തിടും. പണ്ടോ ഒരൊറ്റ കുരങ്ങിനോട് കാണൂല്ലോ. ചൂട് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തിരക്കൊന്നുമില്ല ഇവിടെ. നമ്മളെ ഡ്രൈവർ ഉണ്ട്, ഡ്രൈവർ പറപ്പിക്കണ വണ്ടി എടുത്താണ്. ഞങ്ങൾക്കത് വൈഡാക്കി തരാം, അതാ അതിന്റെ രസം ഉണ്ടാവുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ സൗണ്ടും കിട്ടും നിങ്ങൾക്ക്, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സൗണ്ടും കിട്ടും. വൈഡില് ആൻസി ഉണ്ടാവില്ലല്ലോ. മരങ്ങളൊക്കെ വാടിക്കണില്ലേ ഇവിടെ. പണ്ട് നമ്മൾ ഇതിൽ വന്നപ്പോ ഇവിടെ മൊത്തം മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റിണ്ടേനി. അറിയെങ്കിൽ മരം മുറിച്ചതോ നമുക്ക് ഇപ്പൊ സമയമില്ലാത്തോണ്ടോ, അല്ലെങ്കിൽ നമ്മള് സ്ഥലമൊക്കെ മാറ്റി പിടിക്കുകയും ചെയ്യും. ചിലപ്പോ നമ്മൾ ഒകനക്കലൊക്കെ പോകണം കരുതിയില്ലേ, ഇനി സമയമില്ല. നമ്മളുണ്ട് അല്ലേ. ആനന്റെ ഒരുപാട് ഫോട്ടോകൾ കണ്ടു. പക്ഷെ ആന പോയിട്ട് പേനൊരു നായിനെങ്കിലും കണ്ടാൽ മതി. ഇനി ഒരു നായ്ക്കളും കാണാല്ല വെച്ചാല്. അല്ല പറഞ്ഞിട്ട് കാര്യല്ലോ, ചൂടുകൊണ്ട് ഉടലൊക്കെ കടന്നുറങ്ങുണ്ടാവും പാവങ്ങള്. അപ്പൊ മുന്നിലൊരു ബൈക്കിലല്ലോ, മൂപ്പര് ഹനുമാൻ കയറിട്ട് പോയോ? ഇപ്പളാ മറ്റേ മതി ഓടിച്ചണേല്. ഇവിടുത്തെ ഒരു സുഖല്ലേ. നമ്മളെ AC ഇതുവരെ ചൂടല്ലേനി. ഇത്ര AC ഇട്ടാലും നമ്മള് കൂളിങ് ചെയ്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ചൂടേനി. അവിടെ ഇങ്ങനെ കയറി വന്നപ്പോ ആ തണൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോ ഒരു പ്രത്യേക തണുപ്പ്. എടാ യാത്രക്ക് പ്രായമില്ല, അതൊക്കെ
പ്രായമുണ്ട്. തമിഴ്നാട് ബോർഡർ എത്തിക്കണ്. അതിന്റെ സൂചനയാണ് ഈ റോഡ്. ഇങ്ങോട്ട് തമിഴ്നാട് ബോർഡർ എത്തിക്കണെന്നുള്ളതിന്റെ സൂചനയാണ് ഇത്. നല്ല റോഡിലെ കോറി വേസ്റ്റ് ഒന്ന് തട്ടിച്ച് കത്ത പോലൊക്കെ കാത്ത ചെവി അടഞ്ഞല്ല. നമ്മളെ എഞ്ചിന്റെ സൗണ്ട് ഇല്ലല്ലോ ഇപ്പൊ. ആദ്യം ഉണ്ടേനി RTX ആണത്. RTX 300 TVSന്റെ. നമ്മളെ വണ്ടിക്ക് ഇനി ഷോക്ക് അബ്സറിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ കൊണ്ടുപോയിട്ട് റെഡിയാക്കണം. അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ പരിപാടി സെറ്റ്. പിന്നെ നമ്മള് മലപ്പുറം പോകണം. കുറേ പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റാത്തത്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ ആരും അറിയാതെ നമ്മൾ കടന്നു കയറി. തമിഴ്നാട് എത്തിയപ്പോക്ക് വെയിലൊക്കെ പോയി, തണലൊക്കെ വന്ന്, AC-ക്ക് കൂളൊക്കെ കൂടി. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ രണ്ട് ക്ലൈമറ്റും വേറെ വേറെ കരം. നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുക. അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. പലർക്കും എങ്ങനെ തോന്നുന്നത് അറിയില്ല. ഇതിനിടയ്ക്ക് നമ്മൾ 2-3 കുരങ്ങന്മാരെ കണ്ടിന്. നമ്മള് ക്യാമറ എടുക്കാതെ പോയി ഏകദേശം അത് തീരുമാനിക്കുന്നു. അപ്പൊ കേരളത്തിലത്തെ റോഡപ്പം മോശം, തമിഴ്നാട് കയറിയപ്പോ റോഡൊക്കെ അടിപൊളിയാണല്ലോ. നല്ല റോഡ്. നമ്മളിങ്ങനെ അഗാധമായ കാട്ടിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത്. അടാറ് വീഡിയോ വരാണ്ട്. അത് കമ്മിങ് സൂൺ ആണ്. ഇപ്പൊ കാണിച്ചര. ഇങ്ങനെ ഈ തമിഴ്നാട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ തമിഴ്നാട് പറഞ്ഞിട്ടൊക്കെ കയൽവണ്ടിയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ എന്താ പറയാച്ചാല് വെൽക്കം ടു നീലഗിരി തമിഴ്നാട്. തൻ്റെ തമിഴ് പാടൊക്കെ കാണാൻ തുടങ്ങി. വീഡിയോ കണ്ടാ അറിയോ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോയാതിരിക്കുന്നു. അത് നല്ല കേട്ടോ. നമ്മളിടക്കിടക്ക് വരുന്നുണ്ട്. പിന്നെന്താ വെച്ചാല് തമിഴ്നാട് ബോർഡറിലൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിറക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കുറച്ചപ്പുറത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ അടുത്താണെങ്കിൽ 2 കുപ്പി വെള്ളക്കുപ്പി ഉണ്ട്. പിടിക്കുവോ ഞാൻ അവിടെ. ക്യാരറ്റൊക്കെ അവിടെ. ഇവിടെ നമ്മള് എന്താ പറയാ, ഈ ബോർഡറിൽ നമ്മള് ചെക്കിങ്ങില് വണ്ടി ചെക്ക് ചെയ്യണം പറഞ്ഞാണ്ട് പോലെ നിർത്തിച്ച് ചെക്കിനിടയിൽ മുത്തുവിന്റെ 2 ഗിയർ ടൗസർ കണ്ട പോക്ക് പോലെ മനസ്സിലായി. നമ്മള് പാവങ്ങളെന്നുള്ള കാര്യം മനസ്സിലായി. ഇവള് വല്ലേ നമ്മള് പറഞ്ഞിട്ട്. സംഭവം പറഞ്ഞാല് പ്ലാസ്റ്റിക് കുപ്പികൾ ഇവർക്ക് അലോഡല്ല. അതിപ്പോഴും നമ്മള് ചൂടല്ലേ എങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓല് നല്ല ആൾക്കാരായതുകൊണ്ട് നമ്മൾ പറഞ്ഞേച്ച് എന്തായാലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ഏകദേശം തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി കുറച്ച് സമയം നമ്മൾ ഇതിലിങ്ങനെ ആ റൈറ്റിലുണ്ടാവും പമ്പ്. ആ റൈറ്റിന്റെ ഇന്ത്യൻ ഓയില് അങ്ങോട്ട് ഇരിച്ചോ. എന്നിട്ട് നമ്മൾ നമ്മൾ ഇതിലെ കൊണ്ടൊരു പാലുണ്ട്. ഈ പാലം കണ്ടോ? ആ പാലത്തോടെ പോവാ. ഒരു അടിപൊളി ഏരിയ കൂടെ നമ്മൾ ഇനി പോകാൻ പോണത്. തൽക്കാലം ഒരു കാര്യം ചെയ്തോ, ആദ്യം മൂത്രയിക്കല്ലേ അത് എടുക്കട്ടോ. നമ്മളൊന്ന് വാഷ്റൂം കയറണം. വാഷ്റൂം കയറിയിട്ട് റെഡി ആയിട്ട് നമ്മൾ ഒരു 500 റുപ്യക്ക് എണ്ണ അടിച്ചിട്ട് നമ്മൾ നേരെ എമ്പടക്ക് പോവും. ഹട്ടി പോവും.
ചട്ടിയാവാൻ ഞാൻ മതി. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ പൈപ്പ് തിരിച്ച പൈപ്പും കൂടിയും കൂടെ തിരിഞ്ഞു വരും. എന്താല്ലേ നമ്മൾ വാഷ്റൂം കയറാൻ വേണ്ടിക്കാണ് ഇവിടെ മുത്ത് കയറിയിന്. നമ്മളിത് വണ്ടിയോടെ പാർക്ക് ചെയ്ത് വെയിറ്റിങ്ങിൽ. അങ്ങനെ നമ്മൾ നോടെത്തിന്ന് വെച്ചാൽ ഹട്ടി കയറി അവിടെ എണ്ണക്കടിച്ച് വണ്ടിക്ക് ഏകദേശം വണ്ടിക്ക് തിന്നാൻ കൊടുത്ത് നമ്മൾ മാത്രമുള്ള തിന്നാത്ത ബാക്കി എല്ലാം കഴിഞ്ഞ് നേരെ നമ്മള് ഹട്ടിയിൽ കയറി. രസമുള്ള റോഡ് ഇട്ടത്. ഇതിന് മേലുള്ളൊക്കെ ഈ തേയിലത്തോട്ടാണ്. എന്തെങ്കിലും നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. കാരണം നമ്മൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്, വെറുതെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ കുറേ വ്ളോഗൊക്കെ ചെയ്ത് വരുന്നതാണ്. പക്ഷെ ആ ഒരുപാട് ഗ്യാപ്പിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ തിരിച്ചു വരാം കേട്ടോ. തിരിക്കുമ്പോ ആരും വ്യൂ കിട്ടില്ലല്ലോ. ഈ ചെങ്ങയ്ക്ക് എപ്പോഴും ഇല്ല പ്രത്യേകത. ഞാൻ എന്നെ പുറത്തിറക്കിയാണ്ടോ ഓൻ അതിൻ്റെ ഉള്ളിൽ കുത്തിറക്കുന്നിട്ട് വീഡിയോ എടുക്കാൻ പറയാ. ഇതൊക്കെ അല്ലേ രസം. പിന്നെ ഭയങ്കര രസല്ലേ മോനെ. എന്താ അതിന്റെ രസം. ഇത് താത്തി കഴിഞ്ഞാൽ കിട്ടും ആ രസം. പക്ഷെ ചൂട് നല്ല അടിപൊളി റോഡ് കേട്ടോ. അതിലിങ്ങനെ പോണം. ചീവിടിന്റെ ചെറിയ സൗണ്ടും കേൾക്കുന്നുണ്ട് ഇവിടെ. പോവാ മറ്റോടെ തിരിച്ചിട്ട് അതവന് അവിടെ സൈഡാക്കാൻ. ഞാൻ ബാക്കത്തെ ക്ലാസ് കൂടി പോക്കെ. ഇവിടെ എന്തോ കല്യാണം ഉണ്ട്. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കവിടെ നിർത്തി വേണമെങ്കിൽ പോകാം. മറ്റേ സ്ഥലം ഉണ്ട് അവിടെ. കുറച്ചപ്പുറത്ത് പോയിട്ടാണ് അവിടെ സൈഡാക്കാം. മോനെ എന്തോ രസറിയോ ഇവിടുത്തെ സ്ഥലങ്ങൾക്കൊക്കെ. മെയിനായി കണ്ട എന്താ വെച്ചാൽ രണ്ട് സൈഡ് നമുക്ക് തേയിലത്തോട്ടങ്ങളും ഓരോ ഗ്രാമങ്ങളും നിറഞ്ഞതുകൊണ്ട് അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. പിന്നെന്താ വെച്ചാൽ AC ഓഫാക്കി നമ്മളെ വണ്ടി പണ്ടേ പോലെയാണല്ലോ. അപ്പോൾ AC ഓഫാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ കയറണമെങ്കിൽ അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി സ്ഥലമായിട്ട് അവിടെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേലെ കയറാൻ പറ്റും. അവിടെ ഒരു കുന്നില്ല, ആ കുന്നിൻ്റെ മേലെ വരെ പോവാം. ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അൽഫാമായി മാറും. അതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് റൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ അണ്ണന്മാരൊക്കെ നല്ല ആൾക്കാരാട്ടോ. നമ്മൾ വലിയ റോങ്ങായിട്ട് വരിക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസുകാർ നമ്മളെ ചെക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഓല് സംഭവം ഒന്നുമല്ല, എന്തേലും ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മളൊപ്പം അല്ലെങ്കിൽ നമ്മളെ വണ്ടിയിൽ നമ്മളെ പോക്കറ്റിലോട്ടിൽ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. വേറെ ഒന്നുമല്ല. നമ്മൾ കൂളായിട്ട് നിർത്തി കൊടുത്ത് നമ്മൾ വണ്ടി തന്നെ നമ്മൾ വണ്ടി നട്ട് ഒഴിഞ്ഞൊരു കൊടുത്ത് നമ്മൾ ഓല് ചെക്ക് ചെയ്തോട്ട് ഒരു ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്നുള്ള നിലയിൽ ഓൽക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ നമുക്ക് കുഴപ്പം കുഴപ്പമുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. പിന്നെ ഇതിൽ നേരെ ഇപ്പം നമ്മൾ പോയ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ബോർഡർക്കാണ് ചാടുക. പിന്നെ നമ്മളിതിൽ റിട്ടേൺ പോകുന്നുള്ളൂ. കാരണം നമ്മൾ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാണ്ട് മുത്തൂന് എന്തൊക്കെ വലിയ റീലൊക്കെ എടുക്കാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വണ്ടി തിരിച്ചു എന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ മഴക്കാലത്ത് വന്നാണ്ടല്ലോ ഫുള്ള് പച്ചപ്പേക്കാണ്. നല്ല രസം ഉണ്ടാവും കാണാൻ. ഇപ്പൊ പച്ചപ്പല്ലാത്തോണ്ടാ. വെയിലായതുകൊണ്ട് ഇല്ലോലൊക്കെ വാടിപ്പോയിക്കണ അയലൊക്കെ ഒക്കെ അവസ്ഥ. പക്ഷെ റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡ്, റോഡ്. നല്ല വ്യൂ ഉണ്ടല്ലേ. ഇതൊക്കെ അല്ലേ റോഡ്. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റുണ്ട് പക്ഷെ ചൂടാണെന്നുള്ളൂ. ഈ റോഡ് ഞാൻ എങ്ങോട്ടാണാവോ? പാണ്ഡ്യ റോഡ്. നമുക്ക്
ഈ റോഡ് ട്രിപ്പത്തിൽ കാര്യം പോവാം. ഇവിടെ സൈഡാക്കാനുള്ള സ്പോട്ട് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയാണ്ട് പരിപാടി നമ്മൾ മിക്കവാറും ചെയ്യലില്ല. ഇപ്പോൾ ബൈക്ക് കിട്ടും, നമുക്കൊരു ദിവസം ബൈക്ക് എടുത്ത് തന്നെ നമുക്ക്. പിന്നെ ആകെ സൈഡാക്കാനുള്ളത് ഇവിടെ കണ്ട ബസ് സ്റ്റോപ്പിലാണ്. അവിടെ 2 ഇണക്കുരുവികൾ അവിടെ ഇരിക്കുന്നുണ്ട്. കേരളം അപേക്ഷിച്ച് ഇവിടെ എന്താ പറയുക, അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട് കേട്ടോ. നമുക്കിവിടുത്തൊക്കെ തേയിലത്തോട്ടങ്ങൾ, അതായത് ഇതിൻ്റെ രസം. അതായത് അതിൻ്റെ അടിയിൽ കൂടെ റോഡും ഉണ്ടോ. ഈ റോഡിലൂടെ നമ്മളിങ്ങനെ പോവാം. നമുക്ക് ഇനി നമ്മൾ വന്ന സ്ഥലത്തൂടെ പോകണം. ഇപ്പം നമ്മൾ തിരിച്ചുണ്ട്. ഇപ്പം നമ്മൾ കയറിയ ഒരു പാലൊക്കെ കയറിയല്ലോ, അതിൽ നമ്മൾ പോണത്. പിന്നെ ഇതിൽ നേരെ പോവാം. ഇതിൽ നേരെ പോയാൽ നമ്മൾ മറ്റേ ബോർഡറൊക്കെ ചെല്ലുക. നമ്മൾ ചെക്കിങ് നടന്നില്ല അവിടെ, അങ്ങോട്ട് ചെല്ലുക. പിന്നെ ഇതിൻ്റെ അടിയിൽ ഗ്രാമങ്ങളുണ്ട് കുറേ. അങ്ങോട്ടൊന്നും ഇപ്പോൾ പോവാൻ നമുക്ക് ഇതില്ല, പെർമിഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് മുത്തിനോട് കുറച്ച് വീഡിയോ കൊടുത്ത് നിർത്തരാൻ പറയാം. തുറക്ക് വണ്ടി തന്നെ ഉണ്ട്, നോക്കിക്കോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ട് പോവാം. ഹട്ടിയിലാണുള്ളത്. എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. നല്ല സെറ്റ് സ്ഥലമുണ്ട് ഇവിടെ. അവിടെ ചുറ്റുഭാഗത്തും തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണോണ്ട് ഒരു പ്രത്യേക രസമുണ്ട് ഇവിടെ. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഉണ്ടാവും കേട്ടോ. നമ്മളൊരു ഫൈനൽ വീഡിയോ ഉണ്ട്, അതായത് ഇത്രയും ദിവസം എന്ത് പറ്റിയെന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏതായാലും അന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ഇത് പ്രൂഫ് അടക്കം കാണിച്ചു തരാം. നമ്മളേതായാലും അവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവാ. ഇനി വെയിലുണ്ട് നല്ല, പക്ഷെ ചൂട് ഇവിടെ കുറവാണ്. അപ്പം ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കാം. നല്ല ഫുഡ് കഴിക്കാം. അടിച്ച് കണ്ടിങ്ങോട്ട് കഴിക്കാനില്ലാത്ത പോലത്തെ ഇടക്ക് അല്ലേ. Turn left toward Gudalur S. Bathari Road, Gudalur, Sultan Bathari Road, then turn right onto Gudalur S. Bathari Road. അപ്പൊ എത്ര പത്തിരി ഇപ്പൊ ഇവിടെ ഇല്ലേ? ലെഫ്റ്റിക്കും റൈറ്റിക്കും 10 രൂപ. നമ്മൾ റൈറ്റ് കേട്ടോ. ഇനി വന്ന റോഡല്ലേ ഈ റോഡൊക്കെ കാണാപ്പാടായി. ഈ റോഡൊക്കെ ഇപ്പൊ കാണാപാടെ. ഈ പമ്പും Turn right onto Gudalur S. Bathari Road. കാട്ടാന എന്ത് കാട്ടാനാ? സത്യം പറഞ്ഞാല് നാടുകാണി തമിഴ്നാട്ടിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളത് ഇപ്പോഴും മലയാളികൾ മാത്രമാണ്. അതായത് ശരിക്ക് ഈ നാടുകാണി ചുരം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഒരു ഭാഗട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് നമുക്ക് KSRTC യാത്രയും ഇവിടെ ഇങ്ങോട്ട് അവൈലബിൾ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തരുന്നു. അപ്പൊ ഞാൻ നോണേനെ പറയില്ലല്ലോ നിങ്ങള്. മറ്റേ ഞാൻ പറഞ്ഞ നോണേനെ എഴുതൂലേ? എന്താ ഒരു കെട്ടിന് 50 ഉറുപ്പിക ഉള്ളൂ. ഇതെന്ത് സംഭവിച്ചാലും ഫ്രഷ് സാധനക്കാരൻ പോവാ. പുറത്ത് പോവില്ല, മറ്റേ ഹോണടിച്ച് ശല്യപ്പെടുത്തൂല്. എന്തായാലേ നമുക്കതിൽ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓരോന്ന് എടുക്കാം. ഈ പള്ളി ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു വൈക്ക് വരുന്നപ്പോൾ അധിക ദിവസം നമ്മൾ നിസ്കരിക്കാൻ ഇതിനൊക്കെ കയറിയിട്ടുള്ളൊരു പള്ളിയാണിത്. എന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു ദിവസം ഇവിടെ ചുരം മൊത്തത്തിൽ ബ്ലോക്കായ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ ഒക്കെയാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെ നമ്മളിപ്പം കൂടെ ഉണ്ടായിരുന്നതൊക്കെ ഈ പള്ളിയിലത്തെ ആളുകളും ഇവിടുത്തെ ഉസ്താദും ഇവിടുത്തെ നാട്ടുകാരും മാത്രമാണ്. അതുകൊണ്ട് ആ പള്ളി നമ്മൾ മറക്കില്ല. ഇത് ലോഡിലാണ്, ഗ്യാപ്പ് കിട്ടിയ കയറിക്കൊണ്ടിട്ട്. ഇനി നമ്മളെന്തായാലും നാടുകാണി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതിനൊക്കെ ഒരു നിലമതി ഭാഗത്താതിരി പോയിക്കണേ അല്ലേ. വരികയാണെങ്കിൽ നട്ടുച്ച സമയത്ത് പോകുന്നുണ്ട്. എന്നാ അതേമാതിരി പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ച് ബ്ലോക്കിൽ പെട്ട് അങ്ങനെ പോവാം. സ്കൂള് ഇല്ലാത്ത ദിവസമാണ് ഞാൻ പറഞ്ഞേ. അത് വെക്കേഷൻ ടൈമില് പറഞ്ഞേ. വെക്കേഷൻ അല്ലാത്താണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ പോന്നാലും കുഴപ്പമില്ലാവില്ല, സുഖമായിട്ട് പോയി പോരാം.
ആഴ്ച ലീവിലാ തോന്നണേ. കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. എത്ത അവിടെ ഇരിക്കണേ നടു റോട്ടില്. അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ. അള്ളാ ആരത്? എന്താ പന്റെ ഇരുത്തറിയോ? നമ്മള് പണ്ട് ഇതിനെ കുറിച്ചുണ്ട് ഒരു വീഡിയോ, ഒരു റീലിട്ടി നമ്മള്. അന്ന് മുതൽ പിന്നെ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടു ഞാൻ എന്ത് സംഭവം എന്നുള്ളത്. കൊറേ ദിവസമായിക്കണ് അവിടെ ടെസ്റ്റർ ഇങ്ങനെ കടക്കൽ തുടങ്ങിയിട്ട്, തീ പിടിച്ച നിലയില്. നമ്മളെ നാടുകാണി ഇറങ്ങി വഴിക്കടവെത്തി. പിന്നെ സമയം 2:30. ഇപ്പോഴും ഫുഡ് കഴിച്ചാതെ 2 മൊയന്തന്മാർ ഇങ്ങനെ വണ്ടി എടുത്ത് പോണതാ. ഇനിയിപ്പോൾ ഏതൊരു ഹോട്ടൽ വിട്ടുനോക്കട്ടെ. ഹോട്ടലിൽ കയറണം, ഫുഡ് അടിക്കണം, വീട്ടിൽ പോകണം. ഓക്കെ, മിക്കവാറും ക്യാരറ്റ് എന്ത് വെള്ളം ഇറക്കേണ്ടി വരും കേട്ടോ. ഒറ്റ ഹോട്ടൽ തുറന്നിട്ടില്ല. ആ മുന്നിലെ ഹോട്ടൽ ഏതാ? ഇല്ല, വണ്ടിയൊന്നുമില്ല. അതും കേട്ടവാ. ഈ ഞായറാഴ്ചക്ക് ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ നമ്മള്?